കഴിഞ്ഞ ദിവസം ശാസ്ത്രലോകത്തിൽ നമ്മുടെ റിഫ്ലക്ഷൻ കാണാനായിട്ട് ഫുൾ ബോഡി റിഫ്ലക്ഷൻ കാണാനായിട്ട് എത്ര വലിപ്പമുള്ള കണ്ണാടി വേണമെന്ന് ചോദിച്ചിരുന്നു. അതിൻ്റെ ആൻസർ നമ്മുടെ ശരീര വലിപ്പത്തിൻ്റെ 1/4 മാത്രം. അതായത് നമ്മുടെ ഉയരത്തിൻ്റെ പകുതി ഉയരവും നമ്മുടെ വീതിയുടെ പകുതി വീതിയും. 6 അടി ബൈ 2 അടി ഉള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ, ഉയരം 6 അടിയും വീതി 2 അടിയും ഉള്ള ആളാണെന്നുണ്ടെങ്കിൽ, അത് ആ വലിപ്പത്തിൻ്റെ സെൻറ്ററിലൂടെ 4 ആയിട്ട് ഭാഗിച്ചു കഴിഞ്ഞാൽ 3 അടി ബൈ 1 അടിയുള്ള 4 പീസ് കിട്ടും. അതിൽ ഒരു പീസിൻ്റെ അത്ര വലിപ്പമുള്ള കണ്ണാടി മാത്രം നമുക്ക് മതി. കണ്ണാടി എന്ന് പറയുമ്പോൾ നീളവും വീതിയും ഉണ്ട്. അതാണ് 6 അടി ബൈ 2 അടിയുടെ 1/4 എന്ന് പറയുന്നത്, 3 അടി ബൈ 1 അടി എന്ന് പറയുന്നത്. അതിൻ്റെ ശാസ്ത്രീയമായിട്ടുള്ള വിശദീകരണം കൂടി പറയൂ എന്ന് പലരും കമൻറ്റ് ചെയ്തിരുന്നു. ഒരു ഉദാഹരണത്തിന്, എൻ്റെ അത്രയും ഉയരവും തടിയുമുള്ള ഒരാൾ കുറച്ച് ദൂരെ നിൽക്കുകയാണ്. അയാളെ ഒരു ചെറിയൊരു വിൻഡോയിലൂടെ, അതായത് ഒരു ചെറിയൊരു കട്ടൗട്ടിലൂടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ഈ കട്ടൗട്ട് എൻ്റെ കണ്ണിൻ്റെ അടുത്ത് പിടിക്കുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം ഇത്രയും മതിയാവും. ഇത് വിശദീകരിക്കുന്ന ചിത്രം ഞാൻ താഴെ കൊടുക്കുന്നുണ്ട്. എന്നാലും തൽക്കാലം അത് നോക്കണ്ട, ഞാൻ പറയുന്നത് മാത്രം കേൾക്കുക. കാരണം രണ്ടും കൂടി ശരിയാവില്ല. ആദ്യം ഞാൻ പറയുന്നത് മാത്രം കേൾക്കുക. ഞാൻ പറയുന്നത് മനസ്സിലായില്ല എങ്കിൽ മാത്രം ഈ വീഡിയോയുടെ ഈ ഭാഗം, ആ ഇമേജ് നോക്കി രണ്ടാമത്തെ കാണുക. എൻ്റെ അത്രയും ശരീര വലിപ്പമുള്ള ഒരാൾ കുറച്ച് ദൂരെ നിൽക്കുകയാണ്. അയാളെ ചെറിയൊരു കട്ടൗട്ടിലൂടെ, അതായത് വിൻഡോയിലൂടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ, എൻ്റെ ഈ 2 വിരലിൻ്റെ ഇടയ്ക്കുള്ള ഗ്യാപ്പിലൂടെ നോക്കുകയാണെങ്കിൽ, ഇത്ര അടുത്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത്രയും ഗ്യാപ്പ് മതി. അയാളെ ഫുള്ളായിട്ട് എനിക്ക് കാണാം. താഴെ കാലും മുകളിൽ തലയായിട്ട് എനിക്ക് കാണാം. ഇനി ഈ ഹോൾ കുറച്ച് ദൂരേക്ക് പിടിക്കുകയാണെന്നുണ്ടെങ്കിൽ ഹോൾ അല്പം കൂടി വലുത് വേണം. ഇനി അയാളും ഞാനും നിൽക്കുന്ന ദൂരത്തിൻ്റെ കൃത്യം പകുതിയിലാണ് ഈ ഹോൾ വെക്കുന്നതെങ്കിൽ അയാളുടെ ഉയരത്തിൻ്റെ നേർ പകുതി ആ ഹോളിന് വേണം. അതായത് 6 അടി ഉയരമുള്ള ഒരാളെ കാണുവാനായിട്ട് അതിന് കൃത്യം പകുതിക്ക് കൊണ്ടുപോയിട്ട് ഈ കട്ടൗട്ട് വെക്കുകയാണെന്നുണ്ടെങ്കിൽ 3 അടിയുടെ ഒരു ഹോള് വേണം ഉയരം. 2 അടി വീതിയും ഉണ്ടെന്നുണ്ടെങ്കിൽ അയാളെ കാണാനായിട്ട് 1 അടി വീതിയുള്ള ഒരു ഹോള് വേണം. അത് ഞാനും അയാളും തമ്മിലുള്ള ദൂരത്തിന് കൃത്യമായിട്ട് പകുതിക്ക് വെക്കുകയാണെന്നുണ്ടെങ്കിൽ, ഇനി ഈ ഹോൾ അയാളുടെ തൊട്ടടുത്ത് വെക്കുകയാണെന്നുണ്ടെങ്കിലും അയാളുടെ അത്രയും തന്നെ ഉയരമുള്ള ഒരു ഹോള് വേണം. ഈ ഹോൾ അടുത്ത് വരികയാണെങ്കിൽ ചെറുതാവും, പകുതിക്ക് വരികയാണെന്നുണ്ടെങ്കിൽ അയാളുടെ പകുതി ഉയരം വരും, അയാളുടെ അടുത്ത് ചെല്ലുകയാണെങ്കിൽ അയാളുടെ അത്രയും തന്നെ ഉയരം വരും. ഇനി നമ്മൾ ഈ ഹോൾ അല്ലെങ്കിൽ ഈ വിൻഡോയ്ക്ക് പകരം ഒരു മിററാണ് അവിടെ വെക്കുക എന്ന് വിചാരിക്കുക. ഈ മിററിൽ നാം കാണുന്നത് നമ്മുടെ തന്നെ റിഫ്ലക്ഷൻ ഈ മിററിൻ്റെ അത്രയും ദൂരത്തിലാണ്. അതായത് ഞാനും എൻ്റെ റിഫ്ലക്ഷനും തമ്മിലുള്ള ദൂരത്തിൻ്റെ കൃത്യമായിട്ടുള്ള പകുതിക്കാണ് മിറർ എപ്പോഴും വരിക. കാരണം നമ്മൾ തന്നെ 1 അടി അടുത്താണെന്നുണ്ടെങ്കിൽ നമ്മുടെ റിഫ്ലക്ഷൻ കാണുന്നത് 2 അടി ദൂരത്തായിരിക്കും. നമ്മൾ മിററിൽ നിന്ന് 5 അടി ദൂരത്താണ് നിൽക്കുന്നതെങ്കിൽ നമ്മൾ കാണുന്ന റിഫ്ലക്ഷൻ 10 അടി ദൂരത്തായിരിക്കും. എപ്പോഴും അതിന് കൃത്യം പകുതിക്കായിരിക്കും മിറർ ഉണ്ടാവുക. അത് കാരണം തന്നെ 6 അടി ഉയരവും 2 അടി വീതിയുമുള്ള എന്നെ കാണാനായിട്ട് അതിന് കൃത്യം പകുതിക്ക്, അതായത് മിറർ വെക്കുകയാണെന്നുണ്ടെങ്കിൽ വെറും 3 അടി ഉയരവും 1 അടി വീതിയും മതി. കാരണം നമ്മളും നമ്മുടെ റിഫ്ലക്ഷനും തമ്മിലുള്ള ദൂരത്തിൻ്റെ കൃത്യം പകുതിക്കായിരിക്കും എപ്പോഴും മിറർ ഉണ്ടാവുക. ഇനി ഇതിൻ്റെ തന്നെ മറ്റൊരു അത്ഭുതപ്പെടുത്തുന്ന ഒരു ഉദാഹരണം നോക്കാം. ഇപ്പോൾ എൻ്റെ മുന്നിലായിട്ടൊരു മിററുണ്ട്. ഈ മിററിൽ കൂടിയാണ് നിങ്ങളിപ്പോൾ റിഫ്ലക്റ്റ് ചെയ്ത് കാണുന്നത്. ഇതിൽ ഈ മൊബൈലിൻ്റെ റിഫ്ലക്ഷൻ കാണാം, കണ്ടല്ലേ? ഇത് കാണാൻ വേണ്ടിയാണ് ഞാൻ ഇതിൻ്റെ പിന്നിലായിട്ട് കുറച്ച് പടം വെച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ ബ്ലാക്ക് സ്ക്രീനാണല്ലോ. അപ്പോൾ ഇവിടെ ഈ കണ്ണാടിയിൽ നമുക്ക് ഫുള്ളായിട്ട് ഈ മൊബൈലിൻ്റെ ബോഡി കംപ്ലീറ്റ് ആയിട്ട് റിഫ്ലക്ഷൻ കാണാം. എന്നാൽ ഇതുപോലെ ഒരു വലിയൊരു ഗ്ലാസ് വേണ്ട നമുക്ക് ഈ മൊബൈലിൻ്റെ കംപ്ലീറ്റ് ബോഡി കാണാനായിട്ട്. വെറും ഇത്രയും സൈസുള്ളൊരു മിറർ മതി, കണ്ടില്ലേ? ഇത് ആക്ച്വലി ഈ മൊബൈൽ ഫോണിൻ്റെ 4/1 വലിപ്പം മാത്രമേ ഉള്ളൂ. ഇവിടെ ഹാഫായിട്ടും ഇത് ഹാഫായിട്ടും വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ 4/1 ഭാഗം മാത്രമാണ് ഈ മിറർ. ഈ മിററിൽ മാത്രം പിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ മൊബൈലിൻ്റെ കംപ്ലീറ്റ് ആയിട്ടുള്ള റിഫ്ലക്ഷൻ കാണാം. നമുക്കിതിൽ തന്നെ നോക്കാം, കണ്ടില്ലേ? ഈ മിററിനകത്ത് കംപ്ലീറ്റ് ആയിട്ട് ഈ മൊബൈലിൻ്റെ ഫുൾ ബോഡി കാണാൻ സാധിക്കും. ഇത്രയും ചെറിയൊരു ഗ്ലാസ് മതി, അതായത് ഈ മൊബൈലിൻ്റെ വെറും 4/1 സൈസ് മതി ഫുൾ ബോഡി സെൽഫി ഇതിൻ്റെ റിഫ്ലക്ഷനായിട്ട് എടുക്കാനായിട്ട്. ഇവിടെ മിറർ വലുതായത് കാരണമാണ് കുറച്ച് സ്ഥലം ബാക്കി വരുന്നത്. കറക്റ്റ് 4/1 കറക്റ്റ് ഫുൾ ബോഡി മാത്രമായിട്ട് കാണും. ഇത് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയാണ് കുറച്ച് വലിയ മിറർ നമ്മൾ എടുത്തത്. അത് ഈ മൊബൈൽ എത്ര ദൂരത്തിൽ പിടിച്ചാലും എത്ര അടുത്ത് പിടിച്ചാലും ഈ സൈസ് തന്നെ മതി, കണ്ടില്ലേ? അടുത്തേക്ക് വരാം, കണ്ടില്ലേ?
ഇതുപോലെ കൗതുകകരവും വിജ്ഞാനപ്രദവുമായ വീഡിയോകൾ സ്ഥിരമായി കാണുവാനായി ശാസ്ത്രലോകം ഫോളോ ചെയ്യും. ശാസ്ത്രലോകം വാട്സപ്പ് ഗ്രൂപ്പിൽ ചെയ്യുവാനുള്ള ഫോൺ നമ്പർ താഴെ കൊടുത്തിട്ടുണ്ട്. താങ്ക്സ് ഫോർ വാച്ചിങ്. ശാസ്ത്രലോകത്തിന് വേണ്ടി ബൈജ് രാജ്.